എൻ്റെ പേര് ഗോപിക ഗോപൻ. ഞാൻ എഡ്യൂക്കോസിലെ സ്റ്റുഡൻ്റാണ്. അപ്പം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം നടന്ന 2025 ഒക്ടോബർ മാസം നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെയും അതുപോലെ തന്നെ നവംബറിൽ നടന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെയും റാങ്ക് ലിസ്റ്റിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അത് എഡ്യൂക്കോസിൻ്റെയും ഇവിടെ പഠിപ്പിച്ച അധ്യാപകരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ 2 റാങ്ക് ലിസ്റ്റിലും എനിക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി തസ്തികയിലേക്ക് ഞാൻ 5 ബാങ്കിലേക്കായിരുന്നു അപേക്ഷിച്ചത്. ആ 5 ബാങ്കിൻ്റെയും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും അതിൽ തന്നെ നെടുമന സർവീസ് സഹകരണ ബാങ്കിലും ചിറ്റൂർ സർവീസ് സഹകരണ ബാങ്കിലും 2nd റാങ്കും, കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിൽ 3rd റാങ്കും, കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിൽ 4th റാങ്കും, പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 5ാമത്തെ റാങ്കും ലഭിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന റാങ്ക് ലിസ്റ്റ് ജൂനിയർ ക്ലർക്കിൻ്റെ കാഷ്യറിൻ്റെയും റാങ്ക് ലിസ്റ്റിൽ കാഞ്ഞിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ ഐരുപ്പാറ ഫാമേഴ്സ് സർവീസ് സൊസൈറ്റിയിലും 1st റാങ്കും, ചെറുന്നൂർ സർവീസ് സഹകരണ ബാങ്കിലും കടക്കാവൂർ സർവീസ് സഹകരണ ബാങ്കിലും 2nd റാങ്കും, ചങ്ങനാശ്ശേരി നോർത്ത് സർവീസ് സഹകരണ ബാങ്കിൽ 3rd റാങ്കും, പിന്നെ 4th റാങ്ക് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്കിലും ചെമ്പഴന്തി സർവീസ് സഹകരണ ബാങ്കിലും 4th റാങ്കും, പിന്നെ കോസ്റ്റൽ അർബൻ ബാങ്കിൽ 7th റാങ്കും, കൊല്ലം അർബൻ ബാങ്കിൽ 9th റാങ്കും, അവണാങ്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ 10th റാങ്കും ലഭിച്ചു. അപ്പം അതിൻ്റെ എല്ലാം ഒരു വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനവും ഇവിടെ പഠിപ്പിച്ച അധ്യാപകരുമാണ്. അപ്പം ഞാൻ ഇവിടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് 2024 മെയ് മാസത്തിലാണ്. അപ്പോൾ അതിനുശേഷം ഒരു 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഈ 2 റാങ്ക് ലിസ്റ്റിലും എത്തിച്ചേരാൻ സാധിച്ചു. അപ്പം ഞാൻ ഇവിടേക്ക് വരാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, ആര്യ വി ഗോപാൽ. അപ്പം സിസ്റ്റർ ഇൻ ലോ എഡ്യൂക്കോസിൽ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം മാധവവിലാസ സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ്. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റിലുമുണ്ട്. അപ്പം ഈ ഒരു 2 ഇൻസിഡൻ്റാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഈ എഡ്യൂക്കോസിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു സമയം മുതൽ അധ്യാപകരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഉണ്ണി സാറ്, ഗോപിക്കുട്ടൻ സാറ്, അഖിൽ സാറ്, രവി സാറ്, സജികുമാർ സാറ്, ഇവരുടെ എല്ലാവരുടെയും നമുക്ക് നോക്കിയാൽ അറിയാം ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറുമാരുടെ ഒരു ഗ്രൂപ്പാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ക്ലാസ്സുകളാണെങ്കിലും നല്ല സൂപ്പറായിരുന്നു. നമുക്ക് കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് അവർ ക്ലാസ് എടുത്ത് തരികയും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പം ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണെന്നൊരു തോന്നൽ നമുക്ക് വരാം. പക്ഷേ അതല്ല, അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഉണ്ണി സാറിൻ്റെ ലോ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈച്ച് ആൻഡ് എവറി കണ്ടൻറ്റ് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്, ഒരു പോയിന്റ് പോലും മിസ്സായി പോകാതെ. അപ്പോൾ അതൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പം ഞാനിവിടെ ജോയിൻ ചെയ്ത് 2024 മെയ്യിലാണ്. അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി രാവിലത്തെ സമയമായിരുന്നു ഉപയോഗിക്കുന്നത്. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ രാവിലെ 4 മണി തൊട്ട് കുഞ്ഞ് എഴുന്നേൽക്കുന്ന ആ ഒരു സമയം വരെ രാവിലെ ഒരു 3 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് കുഞ്ഞ് ഉറങ്ങുമ്പം ആ സമയങ്ങളിലും ആദ്യമൊക്കെ സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുവാണെങ്കിൽ ഞാൻ PG കഴിഞ്ഞ് MCOM ആയിരുന്നു, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു ഡിഗ്രിയും PGയും. അതിനുശേഷം MPhil ചെയ്തതാണ്, നെറ്റ് ക്വാളിഫൈഡ് ആണ്, 3 വർഷക്കാലം ഞാൻ കോളേജ് വർക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം BCom കോർപ്പറേഷൻ അഡീഷണൽ ഇലക്റ്റീവ് ആണ് അങ്ങനെയാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത്. അഡീഷണൽ ഇലക്റ്റീവ് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിലൊക്കെ പോയി പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് കോർപ്പറേഷനും ലോയും ഒന്നും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ജസ്റ്റ് ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് ചെയ്യുക, പാസ്സാകാനുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എനിക്ക് കണ്ടന്റ് ഒന്നും അറിയില്ല, കോർപ്പറേഷനും ലോയും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ബിഗ് സീറോ ഞാനിവിടെ വരുമ്പം ആ 2 സബ്ജക്റ്റുകളിൽ. അപ്പോൾ എനിക്ക് ആകെ ഇച്ചിരി എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ആയിരുന്നു. പിന്നെ ബാങ്കിങ് കുറച്ച് അറിയായിരുന്നു. അക്കൗണ്ടൻസി ആയിരുന്നു എനിക്ക് അത്യാവശ്യം അറിയാവുന്നൊരു സബ്ജക്റ്റ്. ബാക്കിയെല്ലാം എനിക്കൊരു തുടക്കമായിരുന്നു. ഫ്രഷ് സബ്ജക്റ്റുകളായിരുന്നു. കോർപ്പറേഷൻ ആണെങ്കിലും ലോ ആണെങ്കിലും പിന്നെ മാത്സ് കുറച്ച് അറിയായിരുന്നു. GK ഒക്കെ ആണെങ്കിലും എനിക്ക് ഒരു ടച്ചും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ സാറുമാരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടാണ്. അപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് 4 മണി സമയത്തൊക്കെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ആപ്പിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. സാറുമാരുടെ ടോപ്പിക് വൈസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിൻ്റെ കേട്ട് ഞാൻ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെ കോർപ്പറേഷൻ്റെ നോട്ടുകളും ലോയുടെ നോട്ടും ബാങ്കിങ്ങും ഒക്കെ ഞാൻ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അക്കൗണ്ടൻസി മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 4 മണി സമയത്തൊക്കെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്കും എനിക്കത് പ്രോപ്പറായിട്ട് ആ ഒരു എക്സാം ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ആ സമയത്ത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയും ഒക്കെ ഒരു സിറ്റുവേഷൻ വന്നു എൻ്റെ ആദ്യത്തെ എക്സാം CSEBയുടെ.
അപ്പോൾ അതിനുശേഷം പിന്നെ കുഞ്ഞിങ്ങനെ വളർന്ന് ഒക്കെ ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് 4 മണിക്ക് രാവിലെ എഴുന്നേക്കാൻ എനിക്ക് പറ്റാണ്ടായി. അപ്പോൾ അപ്പം രാത്രിയിൽ അപ്പം നേരത്തെ ഉറങ്ങുമായിരുന്നു കുഞ്ഞ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ സ്ട്രാറ്റജി മാറ്റി. അപ്പം രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കിയിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. ഒരു 10:30 തൊട്ട് രാത്രി 1:30 വരെയൊക്കെ സമയത്തിരുന്ന് പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കുഞ്ഞുറങ്ങുന്ന സമയത്തും അന്നേരവും സമയം കണ്ടെത്തി ഇരിക്കുമായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സെക്കൻഡ് എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ 100 മാർക്കിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് വന്നപ്പോഴത്തേക്കും അതായിരുന്നു എൻ്റെ സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെങ്കിലും ക്ലർക്കിൻ്റെ എക്സാം ആണെങ്കിലും എനിക്ക് രണ്ടും ഓരോ മാർക്കിനായിരുന്നു ആ സമയത്ത് പോയത്. കട്ട് ഓഫിനേക്കാൾ 1 മാർക്ക് താഴെയായിരുന്നു രണ്ടും. അപ്പോൾ അത് മിസ്സായിപ്പോയി. അപ്പോൾ ഒത്തിരി വിഷമം തോന്നി. ആ ഒരു തൊട്ട് പടിവാതിക്കൽ എത്തിയിട്ട് നമുക്ക് കിട്ടാതെ പോലും ഉള്ളൊരു വിഷമം തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പിന്നോട്ടില്ല. ആ ഒരു മാർക്ക് കൂടെ എനിക്ക് മതി. ആ ഒരു ഇതിൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാനിവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴേ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് 7 സബ്ജക്റ്റുകളുണ്ടല്ലോ, കോർപ്പറേഷൻ ലോ, ബാങ്കിങ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, GK 7 സബ്ജക്റ്റുകളുണ്ട്. അപ്പം നമ്മൾ ഈ 7 സബ്ജക്റ്റുകളും ഒരേപോലെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം അക്കൗണ്ടൻസി എനിക്ക് ഓൾറെഡി അറിയാമെന്നുള്ളത് ആൾക്കും അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് മാത്രം, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും അറിയാവുന്നതുകൊണ്ട് അത് മാത്രം പഠിക്കാതെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഒരുപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തത് എൻ്റെ 3ാമത്തെ എക്സാമിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും എനിക്ക് GK ആണെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഞാനതിൽ. ഇപ്പോൾ എൻ്റെ ആ സെക്കൻഡ് എക്സാമിൽ എനിക്ക് സബ്ജക്റ്റൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ GK ഇംഗ്ലീഷ് എനിക്ക് മാർക്ക് തീരെ ഒരു 4 മാർക്കൊക്കെ മാത്രമേ എനിക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ. 4 അല്ലെങ്കിൽ 5 മാക്സിമം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതിലൂടെ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആ റാങ്കിലേക്ക് എത്താനുള്ളൊരു എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ദിവസവും ഇംഗ്ലീഷിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ ടോപ്പിക്ക് വെച്ച് ഇംഗ്ലീഷിൻ്റെ പഠിക്കുകയും ക്വസ്റ്റ്യൻസ് ക്ലാസ് കേട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം നമുക്ക് എജുക്കോസിൻ്റെ ബുക്കുണ്ടല്ലോ, ഒരു 4 വോളിയം ബുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കേട്ടോ. ആ ഒരു ബുക്ക് കണ്ടൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബാങ്കിങ് ഒക്കെ ആണെങ്കിലും വളരെ ഉപകാരപ്രദമായിരുന്നു ആ ഒരു ബുക്ക്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം അത് നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സാമും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. സൂപ്പർ ഗ്രേഡ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ ഗ്രേഡ്. അപ്പോൾ അതിൽ തന്നെ ആ സൂപ്പർ ഗ്രേഡിൻ്റെ എക്സാം കഴിഞ്ഞാൽ അതെനിക്ക് 1 മാർക്കിനായിരുന്നു പോയത്. 74 കട്ട് ഓഫ്, എനിക്ക് 73 ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്ന ആൻസറൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 74. അപ്പോൾ നമുക്ക് ഒരിക്കലും അത്രയും കട്ട് ഓഫ് താഴെ പോകത്തില്ല. അപ്പോൾ ഇനി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും സ്പെഷ്യൽ ഗ്രേഡും ഇനി വരുന്നുണ്ട് നമുക്ക് എക്സാം തൊട്ട് തന്നെ ഒക്ടോബർ, നവംബർ. അപ്പോൾ അതിലേക്ക് എന്തായാലും എത്തണം എന്നുള്ളൊരു രീതിയിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ കുഞ്ഞിനെ നോക്കുമായിരുന്നു. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ രാത്രിയിലൊക്കെ ആണെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10:30 തൊട്ട് ആ 1:30 വരെയുള്ള സമയം എനിക്ക് നന്നായിട്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ ഉച്ചയൊരു സമയം, ഒരു 2 മണി തൊട്ട് 4 മണി വരെ കുഞ്ഞുറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആ സമയമൊക്കെ നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ 7 സബ്ജക്റ്റുകളും നന്നായിട്ട് പഠിക്കുകയും കണ്ടൻ്റ് എല്ലാം നമ്മുടെ സിലബസ് നോക്കി ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് അങ്ങനെ പഠിച്ചത്. അതിനുശേഷം ഒരു 2 റിവിഷനൊക്കെ എക്സാമിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ കൂടെ നടത്തണം. നമ്മൾ വെറുതെ പഠിച്ച് നമ്മൾ ചിലപ്പം അവസാനം ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഠിച്ചത് മറന്നു പോകുമായിരിക്കും അല്ലേ. അപ്പം എക്സാം ആകുമ്പോൾ നമ്മൾ റിവിഷൻ കൂടെ നടത്തണം. അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു 2-3 ആഴ്ച മുമ്പ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ റിവിഷൻ നന്നായിട്ട് ചെയ്ത സബ്ജക്റ്റുകളെല്ലാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അത്. നമ്മുടെ ആപ്പിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ ലേണിംഗ് മോഡിലിട്ട് ചെയ്യുമായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരുവാണെങ്കിൽ അത് ഏത് ഏരിയയിൽ നിന്നുള്ളതാണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എന്ത് പഠിക്കാഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതിരുന്നത്, അപ്പോൾ ആ ഒരു ഏരിയ പിന്നെ പഠിക്കുമായിരുന്നു. എക്സ്ട്രാ നോട്ട്സ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അറിയാൻ വയ്യാത്ത ടോപ്പിക്കുകളുണ്ടല്ലോ, നമ്മളിപ്പം കുറച്ച് പാടായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കാത്തതോ, അതൊക്കെ ഞാൻ പ്രത്യേകം മറ്റൊരു ഡയറിയിൽ എഴുതുമായിരുന്നു. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡയറിയിൽ എഴുതി അതിൻ്റെ പ്രത്യേകം തയ്യാറാക്കുമായിരുന്നു. സബ്ജക്റ്റ് വൈസ് നോട്ട് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനും. ഞാൻ ആപ്പിലെ റെക്കോർഡ് ക്ലാസ് കേട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റിനും എനിക്ക് നോട്ട് ഉണ്ടായിരുന്നു. കോർപ്പറേഷനും ലോയും എല്ലാം അക്കൗണ്ടൻസിയും ഓരോ സെപ്പറേറ്റ് നോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഒറ്റ ഡയറി അവസാനത്തെ എനിക്ക് ഈ സംശയമുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരു ഡയറി ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്, അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആപ്പിൽ അത് ലേണിംഗ് മോഡിലിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി
സഹായിച്ചത്. അതുപോലെ നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ, അതൊക്കെ എടുത്തു പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഈ കോർപ്പറേഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇവിടേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത്. ഒരു ബിഗ് സീറോ ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു 1.5 വർഷത്തെ സമയം കൊണ്ട് ഞാൻ 2024 മെയിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഈ എക്സാം നടക്കുന്നത്, ഇപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് വന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം നടക്കുന്നത് 26 ഒക്ടോബറിലാണ്. 26 ഒക്ടോബർ 2025 അപ്പോൾ ആ 1.5 വർഷത്തെ സമയം കൊണ്ട് എനിക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ നവംബറിൽ നടന്ന ക്ലർക്ക് കാഷ്യർ എക്സാമിൻ്റെയും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന് പിന്നിൽ ഒരുപാട് ഫാക്ടറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കോസ് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. ഇവിടുത്തെ അധ്യാപകരാണ്. അവരെനിക്ക് ഒരിക്കലും ഒരു രീതിയിലും മറക്കാൻ പറ്റില്ല. എപ്പോഴും അവരുടെ ആ ഒരു സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പൈൻ സ്റ്റഡി, ഇപ്പോൾ അവസാനമൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ആ സെക്കൻഡ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. മെൻറ്ററായിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് ക്ലാസ് എടുക്കുമായിരുന്നു, അക്കൗണ്ടൻസി. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ആ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ ഈ ഭാഗത്തുനിന്ന് ഏതൊക്കെ ഡൗട്ട് ചിലപ്പോൾ എന്നോട് ചോദിക്കാം, അതൊക്കെ എൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന സബ്ജക്റ്റ് അക്കൗണ്ടൻസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പം അക്കൗണ്ടൻസി ഓൾറെഡി അറിയാമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെയും വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് അക്കൗണ്ടൻസി വളരെ എളുപ്പത്തിൽ എനിക്ക് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആയിരുന്നു ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവസാന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ശരിക്കും കോളേജ് പഠിപ്പിച്ചിരുന്ന ആളാണ് ഒരു 3 വർഷം. അവിടെ നിന്ന് ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് എനിക്ക് ഇവിടെയും പഠിപ്പിക്കാനൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അപ്പം അതൊക്കെ എൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്നെ സഹായിച്ച കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ വീട്ടുകാരുടെ ഒരു ബിഗ് സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ മേല. എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, അമ്മൂമ്മ, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, സഹോദരി, ഇവരെല്ലാം, സഹോദരിയുടെ ഹസ്ബൻഡ്, ഇവരെല്ലാം ഒരു വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, പിന്നെ കുഞ്ഞ്, എല്ലാം. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എല്ലാവരെയും ഓർക്കുന്നു സന്തോഷത്തോടെ. ഈ ഒരു സ്ഥാപനത്തിന് വലിയൊരു നന്ദി പറയുന്നു. താങ്ക് യു.